കുഞ്ഞി മാങ്ങ കൊണ്ട് നാളെ ഹൽവ ഉണ്ടാക്കിടാൻ കണ്ടു. ഇനി എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടാക്കുക റസ്യമ്മയെ ചോദിച്ചപ്പോൾ ഞാൻ മാങ്ങ പുട്ടുണ്ടാക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഇതാ നമ്മളെ കിണറിൻ്റെ അവിടെ ഇങ്ങനെ ഒരു വാഴ കാടി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ കിണർ കേട്ടോ. ഇത് നമ്മളെ പഴയ വീടിൻ്റെ കിണർ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും മോഡിഫൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു വാഴക്കൊല അവിടെ ഉണ്ട്. നമുക്കിപ്പം കുറച്ച് വാഴൻ്റെലാണ് വേണ്ടത്. അപ്പം ഞങ്ങൾ വാഴൻ്റെല വെട്ടിയിരിക്കട്ടെ. ഇവിടെ തന്നെ പോയിട്ട് തൊടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ വാഴ ഇങ്ങോട്ട് തേടി നിൽക്കുന്നുണ്ട്. നല്ല ഇലയുണ്ട് ഇവിടെ. അപ്പം അപ്പോൾ ഓക്കെ ഇത് മതിയില്ലേ? ഓക്കെ ഇത് മതി അല്ലേ? മറ്റന്നാൾ ഓർക്കോ? അപ്പൊ നയമിന്റെ കൂടെ കഴിക്കാൻ കൂടൂല. അപ്പൊ നാളെ വരണം കേട്ടോ. അല്ലെ ഇന്ന് പോകണ്ട. പനയുടെ ഡ്രസ് കൊണ്ടുവരാൻ പറയാം പറ്റൂലേ? നയമ രാത്രി എത്തും. വായന്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം എത്ര വയ്പ്പം മതിയില്ലേ? ഉണ്ടായിക്കോട്ടല്ലേ? വായന്റെ കട്ട് ചെയ്തെടുക്കുകയാണ്. മധുരം കഴിക്കാൻ പൂതിയായിട്ട് വയ്യ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചപ്പം അല്ലേ? നിനക്കുണ്ടോ? എനിക്ക് ഭക്ഷണം കഴിച്ചാൽ അപ്പം എന്തെങ്കിലും മധുരം കഴിക്കണം. ഇതൊന്ന് അയക്ക്. അപ്പൊ അയക്കൊക്കെ ഇത് കൊടുക്ക നമ്മള്. കട്ട് ചെയ്തായിട്ടുണ്ട് കേട്ടോ. വാഴന്റെ ഇലയാണ്. വാഴ നമ്മള് കട്ട് ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധിക്കണം കേട്ടോ. കറയുണ്ടാവും ഡ്രസ്സിലൊക്കെ. വേഗം പെട്ടെന്ന് കറിയാവും. പെട്ടെന്ന് കറിയാവും. ഇനി വലിയ കത്തി കിട്ടിയില്ലേ ചോദിക്കരുത്. അതിൻ്റെ കണ്ട് വെക്കാൻ വേണ്ടി പോയതല്ലേ. അപ്പൊ എത്രനായപ്പോ? 4 പുട്ടിനായി. ഇനി വേണം ബിജുമൂന് വേണ്ട? ബിജുമോവാ ബിജുമൂനും വേണം. അപ്പൊ ഞങ്ങൾ ഇനി ഉണ്ടാക്കട്ടെ. 5 അപ്പൊ 5 നയൻ്റെ ഇനി വരും. ദയവായിട്ട് നമുക്ക് ഇനി ഉണ്ടാക്കി കൊടുക്കല്ലേ. അയ്യോ കൊച്ചിന് കൊയിലാണ്ടി പോയി. 6 അന്ത മക്കളെ കൊച്ചിന് കൊയിലാണ്ടിക്ക് പോയി. നിങ്ങൾക്ക് ആക്കിയില്ല അറിയോ? ശരിക്കും ഞാൻ എപ്പോഴും ആ ഒരു വേർഡ്സ് ഉപയോഗിക്കലുണ്ട് കേട്ടോ. കൊച്ചിന് കൊയിലാണ്ടിരിക്കുന്ന ചെറുപ്പം മുതൽ ഇങ്ങനെ കേട്ടുള്ള ശീലാണ്. അത് പോയി. അപ്പൊ ഓക്കെ എത്ര മതില്ലേ? ഫസ്റ്റ് പരീക്ഷണാണ് മക്കളെ. കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം. സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. അപ്പൊ ഞാൻ വാഴയിലൊക്കെ ഒന്ന് കഴുകി മാങ്ങ എടുത്തുകൊണ്ടിട്ടെ. മാങ്ങ ചെത്തിയിട്ട് മിക്സിയിലിട്ട് മാങ്ങ ചെത്തി പൂണ്ട് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് വേണം പുട്ടുണ്ടാക്കാൻ. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ഫസ്റ്റ് കാണുന്നവരുടെ ചാനലിൽ കൂടി ഒന്നിങ്ങനെ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ വാഴൻ്റെലല്ലേ എന്ന് വെച്ചിട്ട് വാഴൻ്റെല കഴുകാതിരിക്കരുത് കേട്ടോ. അപ്പൊ വാഴൻ്റെലയിലാണ് എല്ലാ സംഭവങ്ങളും ഉള്ളത്. കിളികളൊക്കെ കാഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ വാഴൻ്റെല നല്ല കഴുകിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. മാങ്ങയല്ല കേട്ടോ. ഇത് ഇവിടെ ഒരു നമ്മളെ തൊടിയിൽ ടാപ്പ് ചെയ്യുന്ന ഒരു കാക്കുണ്ട്. അവരെ വീട്ടിൽ മുറ്റത്തുണ്ടായതാണെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് തന്നതാണ്. 2-3 മാങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല രസമുള്ള മൽഗോവയാണ് കേട്ടോ. മാങ്ങ എടുത്ത് കണ്ടോ. രണ്ടാക്കി ചെത്തി കൊടുക്കണേ. ഇത് കുറേ സമയമായി ഇങ്ങനെ. പാത്തിക്ക് അണ്ടി കേട്ടോ. പാത്തിയെ അപ്പൊ നമ്മള് മാങ്ങ ചെത്തി ഇനി നമ്മള് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കാൻ പോവട്ടാ. അപ്പൊ അതിൽ ഇത്തിരി വെള്ളം പോലും ചേർക്കണ്ട കേട്ടോ. അപ്പൊ ഇനി പുട്ടുംപൊടിയിലോട്ട് മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. നമ്മള് മാങ്ങാപ്പഴുപ്പിലാണ് ഈ പൊടി കുഴക്കാൻ പോണത്. നല്ല സ്വാദിഷ്ടമായ മാങ്ങാപ്പുട്ട് ഉണ്ടാക്കാൻ പോകട്ടോ. സാധാ പുട്ടിലിടുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ഞാനപ്പോൾ അത്
പൊടി ഒന്ന് കുറച്ച് നനവുണ്ട്, ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ പുട്ട് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് പുട്ട് ആവിക്കിടാം. അപ്പോൾ ഇനി നമുക്ക് പുട്ട് ആവിക്കിടുമ്പം കുറച്ച് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ തേങ്ങ ഇടുന്നതിനൊപ്പം തന്നെ കുറച്ച് മാങ്ങ ഇങ്ങനെ സൈഡിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഇത്തിരി മാങ്ങ കട്ട് ചെയ്തെടുക്കുകയാണ്. മാങ്ങ ഇങ്ങനെ ഇതാ ചെറുതാക്കിയിട്ട് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പം മാങ്ങ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ മാവ് പിന്നെ പുട്ടിനുള്ള പൊടി നമ്മൾ പുട്ടിന് വെക്കുമ്പം അതിൽ നമ്മൾ തേങ്ങ ആഡ് ചെയ്യുന്നിടത്ത് കുറച്ച് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 കൊതിച്ചികൾ ഇവിടെ ഉണ്ട് കേട്ടോ. 2 കൊതിച്ചികൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. മാങ്ങാപ്പുട്ട് റെഡി ആവാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതുവരെ നല്ല മഴയായിരുന്നു. അപ്പൊ മഴ തോർന്ന് നല്ല വെയിലായി. അപ്പൊ നമ്മുടെ പുട്ടിനുള്ള പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാനിലയിലായ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സാധാ പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കട്ടോ. വാനിലയാകുമ്പോൾ ഒരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. നാച്ചുറൽ മാംഗോ ഫുഡാണ്, മാംഗോ പുട്ടാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം ആദ്യം. കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ പുട്ടും പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് കുറച്ച് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് പുട്ടും പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. അടിപൊളി സംഭവമാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. മാങ്ങ വല്ലാണ്ട് ഇടണ്ട കേട്ടോ. അപ്പം ആവി ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ കുറച്ച് പാടുണ്ടാവും. മാങ്ങയുടെ ആ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും വാഴൻ്റെല ഉണ്ടാക്കിയാൽ ആ ഒരു എന്താ പറയുക നാച്ചുറൽ ആ ഒരു വാഴൻ്റെലിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കി. ശരിക്കും ഇത് നമുക്ക് സാധാ പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയായാൽ പെട്ടെന്നുണ്ട്. പക്ഷെ അത് കാണാനൊരു ഭംഗിയും ആ ഒരു നാച്ചുറൽ എന്താ ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ തിക്കി വെച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വാഴൻ്റെല വെട്ടുന്നത് കറക്റ്റാണോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വെക്കുന്നത് ശ്രദ്ധിക്കണേ. ഒരു കുഞ്ഞു വാഴൻ്റെ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി പുട്ട്. സ്മെല്ലോട് കഴിക്കാണ്ടിരിക്കാൻ പറ്റൂല, സമാധാനമല്ല. അപാര ടേസ്റ്റ് കേട്ടോ. പുട്ട് നമ്മൾ സാധാ തേങ്ങ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ രസമല്ലേ. രണ്ടാളോടെ വായിൽ വെള്ളൂരി നിൽക്കുന്നുണ്ട്. അപ്പൊ തരാം തരാട്ടോ. പൊളിയാട്ടോ മക്കളെ. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയുമില്ല മക്കളെ. വേഗം ഉണ്ടാക്കിക്കോ. അല്ല താഴെ പോയി കുഴപ്പമില്ല, അർജന്റ് കുടിക്കാം. കഴിച്ചത് മാങ്ങന്റെ ഫ്ലേവർ അല്ലേ, നല്ലോണം ഉണ്ട് കേട്ടോ മാങ്ങന്റെ ഒരു ടേസ്റ്റ്. ഇവിടെ ഇരിക്കാം നമുക്ക്. ഞങ്ങളിപ്പോ കഴിച്ച് തീർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങ കൊണ്ട് മാത്രല്ല കേട്ടോ, പഴം കൊണ്ട് ഉണ്ടാക്കാം, ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കാം, എല്ലാം കൊണ്ട് ഉണ്ടാക്കട്ടോ. ഞങ്ങൾ കഴിക്കുകയാണേ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അടിപൊളി അടിപ്പൊടി. ഞാൻ പറയുന്ന പോലെ അടിപ്പൊടി ഫ്ലേവർ ആട്ടോ. തേങ്ങയിൽ ഇത്തിരി മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്കത് പാകത്തിന് മധുരമാണ്.
മാങ്ങ ഓവർ മധുരം ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ടാവും അല്ലേ. പിന്നെ ആ പൊടിയിലൊക്കെ അങ്ങോട്ട് ആ മാങ്ങയുടെ പൾപ്പ് ആയിട്ട് ആ ഒരു ചെറിയൊരു മധുരം ഉള്ളൂ കേട്ടോ. രണ്ടാമത്തതാട്ടോ. ആ മാങ്ങ വെന്ത് കഴിഞ്ഞപ്പോ തന്നെ ഒരു രസം കേട്ടോ. സൂപ്പർ. ആയിട്ട് ഇഷ്ടമായോ? ഞായങ്ങ് വന്നിട്ടുണ്ടാക്കണം നമുക്ക് കേട്ടോ. ഇപ്പൊ കുറച്ച് മധുരം കൂട്ടിയിട്ടുണ്ടാക്കല്ലേ. ഇപ്പൊ ഈ മാങ്ങയുടെ മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ശരിക്കും കറിയൊന്നും വേണ്ട കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് മാമ്പഴം തേങ്ങയൊക്കെ കഴിക്കുമ്പം കറി ഇല്ലാതെ തന്നെ കഴിക്കാം. ഇത് തിന്ന് തീർന്നു കേട്ടോ. അനുവിനൊരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, അത്രയും ടേസ്റ്റ് ഉണ്ട്. മക്കൾ പാത്രം കാലിയായിട്ടോ. ഇഷ്ടായ? ആ അയക്കും നല്ല ഇഷ്ടായില്ലേ? എങ്ങനെ സൂപ്പറായത്. അപ്പൊ ഇത് നമ്മൾ ആ മാങ്ങന്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരുന്നല്ലോ, അത് കൂട്ടി കഴിക്കുമ്പോഴായിട്ട് ഒന്നും കൂടി ടേസ്റ്റ്. ഇടയ്ക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് മാങ്ങ കുഞ്ഞേതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇടയിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ആ ഒരു ഫ്ലേവറും കൂടി ചെന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. പക്ഷെ മൊത്തത്തിൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഒന്നും കൂടി ആ ഒരു മാങ്ങന്റെ ഒന്നും കൂടി തിന്നിട്ടേ നമുക്ക് വരാണ്. അപ്പൊ ഒന്നും കൂടി മാങ്ങന്റെ ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 2-3 പീസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിട്ട് നല്ല രസമുണ്ട്. പൊടി മാങ്ങ പൾപ്പിലാണല്ലോ കുഴച്ചത്. ആ കുഴച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കണ ഇടയിൽ ഒരു കുറച്ച് പീസ് ഇങ്ങനെ ചെറുതാക്കി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു പീസും കൂടി നിനക്ക് വേണോ? ഇത് അങ്ങോട്ട് വെക്കട്. എന്നാ വാ ഇവിടെ ഉണ്ടോ? ഈ തിന്നിട്ട് ഈ ടേസ്റ്റ് പറയണത് കാണണം. ഈ തിന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് പറയണ എനിക്കൊന്ന് കാണണം. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ എന്താ മലയാളത്തിൽ എന്താ പറയാ, നല്ല രുചിയുണ്ട്. അല്ലേ? എന്ത് അടിപൊളി അടിപൊളിയാണ് അല്ലേ? അല്ലേ? ആദ്യമായിട്ട് കഴിക്കണോ? ആദ്യമായിട്ട് കഴിക്കുക മാങ്ങാപ്പുട്ട്. മാങ്ങാപ്പുട്ട്. അപ്പൊ ഇനി വീട്ടിൽ ചെന്നിട്ട് പറയും ഞാൻ താത്താന്റെ അടുത്ത് ചെന്നിട്ട് മാങ്ങാപ്പുട്ടും കഴിച്ചു. മാങ്ങാപ്പുട്ടിനായിട്ട് താത്താനേക്ക് പോരേണ്ടി വരും. ഇഷ്ടായോ? സൂപ്പർ 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 സൂപ്പർ. ചപ്പാത്തി വേണ്ട താത്ത രാത്രി? ചപ്പാത്തി വേണം. ഇതും കഴിക്കല്ലേ രാത്രി? ഇത് കഴിക്കാ, ഇത് മതിയേ. പിന്നെന്താ, നല്ല മധുരമൊന്നും ഇല്ലല്ലോ. മധുരല്ല. നമുക്ക് രാത്രി ഡിന്നറിന് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഇത് കഴിച്ചാ മതിയേ, ഇത് സൂപ്പറാണേ. ഇത് സൂപ്പറാണ്, ഇത് കഴിച്ചാ മതി. ഒരു വാക്ക് പറയല്ലോ, വീഡിയോയില് പൊലിപ്പിക്കാൻ വേണ്ടി പറയല്ല. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ്. ആവശ്യം നമ്മള് ശരിക്കും നാടൻ പുട്ടുണ്ടാക്കി കഴിക്കണമെങ്കിൽ തന്നെ ഭയങ്കര ടേസ്റ്റ് അല്ലേ? തേങ്ങയും സാധാ നമ്മളെ വറുത്ത് പൊടിച്ച പൊടിയിട്ടുള്ള പുട്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആണ്. അപ്പൊ മാങ്ങയും കൂടി അങ്ങോട്ട് അതിന്റെ ആ ഒരു ഫ്ലേവറും ആ മാങ്ങ പഴുപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് ആ പൊടി അങ്ങോട്ട് കുഴച്ചാണ് ഉണ്ടാക്കിയപ്പോ നല്ല രസമുണ്ട്. വെറുതെ ഇങ്ങനെ ഉച്ചക്കും കഴിക്കാം, രാത്രിയും കഴിക്കാം, രാവിലെയും കഴിക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.